നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കൊടകര കുഴൽപ്പണ കേസിൽ ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം. ബിജെപി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് 6 ചാക്കുകളായി 9 കോടി രൂപ എത്തിച്ചു എന്നാണ് മൊഴി. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ ഭീതി പരത്തി മോഷണ സംഘം. അർദ്ധരാത്രിയിൽ വാഹനങ്ങളിലെത്തുന്ന സംഘം തമിഴും ഹിന്ദിയും സംസാരിക്കുന്നവരാണെന്ന് നാട്ടുകാർ. കരുവന്നൂർ കേസിൽ ജയിലിൽ കഴിയുന്ന വടക്കാഞ്ചേരി നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR അരവിന്ദാക്ഷനെ നഗരസഭാ സെക്രട്ടറി സംരക്ഷിക്കുകയാണെന്ന് കോൺഗ്രസ്. 26-ാം ഡിവിഷനിൽ കൌൺസിലർ ഇല്ലാത്ത കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുന്നതിൽ നഗരസഭാ സെക്രട്ടറി ബോധപൂർവം വീഴ്ച വരുത്തിയിരിക്കുകയാണെന്നും കോൺഗ്രസ്. എടവിലങ്ങിലെ തഴപ്പായ കളക്ഷൻ സെന്ററിനെ നോക്കുകുത്തിയാക്കി പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത. ഉദ്ഘാടനം ചെയ്ത് 2 വർഷമായിട്ടും കളക്ഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചില്ല. പഞ്ചായത്തിന്റെ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി നിർമ്മിച്ച താൽക്കാലിക ഷെഡ് പൊളിച്ചു മാറ്റുന്നതിനിടെ ഭാരമേറിയ കമ്പി തലയിൽ വീണ വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്ക്. +1 വിദ്യാർത്ഥിയായ ആറ്റൂർ പടവലക്കാട്ടിൽ ഷംസുദ്ദീന്റെ മകൻ തൻവീറിനാണ് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റിൽ നിന്നും വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. ക്രിസ്തുമസ് ആഘോഷ നാളുകളിൽ വിൽപ്പന നടത്തുന്നതിനായി ചാരായം വാറ്റുന്നതിനായി സൂക്ഷിച്ച 100 ലിറ്റർ വാഷാണ് മണ്ണാർത്താഴം പുഴയോരത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് എക്സൈസ് പിടികൂടിയത്. കുന്നംകുളം ചൂണ്ടൽ പുതുശ്ശേരിയിൽ മധ്യവയസ്കനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളം അടുപ്പൂട്ടി സ്വദേശി കളത്തിപ്പറമ്പിൽ വീട്ടിൽ 55 വയസ്സുള്ള ദിനേശിനാണ് മരിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം. വോട്ടർമാരോട് നന്ദി പറയാൻ പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും കേരളത്തിലെത്തി. വയനാട്ടിൽ വൻ ഭൂരിപക്ഷം നേടി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായാണ് ഇരുവരും മണ്ഡലത്തിലെത്തുന്നത്. നടനും നിർമ്മാതാവുമായ സൌബിൻ ഷാഹിർ നികുതി വെട്ടിപ്പ് നടത്തിയതായി ആദായ നികുതി വകുപ്പ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിവരശേഖരണം നടത്തിയപ്പോഴാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത്. കുന്നംകുളം റേഞ്ച് സുന്നി ജമാഅത്തുൽ മുഅ്മിനീൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താജുൽ ഉലമ നൂറുൽ ഉലമ ഉറൂസ് മുബാറക് സംഘടിപ്പിച്ചു. വെള്ളറക്കാട് മനപ്പടിയിൽ സയ്യിദ് ഹുസൈൻ തങ്ങൾ മമ്പുറം ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രോത്ത് ഗിൽഡ് ഏകദിന ക്യാമ്പ് കുന്നംകുളത്ത് നടന്നു. വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച ക്യാമ്പ് COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രജീഷ ചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ നാഥലയം തീർത്ത സഹോദരങ്ങളുടെ കീബോർഡ് കച്ചേരി അരങ്ങേറി. R അർജുൻ സാംബശിവനും സഹോദരൻ R നാരായണനുമാണ് കീബോർഡ് കച്ചേരി ഒരുക്കിയത്. ഇഞ്ചക്കുണ്ട ലൂർദുപുരം GUP സ്കൂളിൽ നിർമ്മിച്ച വർണ്ണകൂടാരം കുട്ടികൾക്കായി തുറന്നു നൽകി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 മുറിയിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P തങ്കം ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി തെക്കുംകര പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലുള്ള കസ്തൂരി പ്രൊഡ്യൂസർ ഗ്രൂപ്പിന്റെ ഉദ്ഘാടനം തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. സ്വിച്ച് ഓൺ കർമ്മം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ നിർവഹിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. യൂണിയൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ ഹരിതസഭ ശ്രദ്ധേയമായി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി തോന്നലു അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ തോന്നലു ശ്രീ ബാല നരസിംഹമൂർത്തി ക്ഷേത്ര സന്നിധിയിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. പഴവൂർ നവജ്യോതി വിളക്ക് സംഘം നേതൃത്വം നൽകി. CPM കാട്ടൂർ ലോക്കൽ സമ്മേളനം സമാപിച്ചു. ലോക്കൽ സെക്രട്ടറിയായി TV വിജീഷിനെ സമ്മേളനം തെരഞ്ഞെടുത്തു. സമാപനത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. മുരിയാട് പഞ്ചായത്ത് 250 വീടുകളിലേക്ക് മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിൽ LP വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ വരന്തരപ്പള്ളി സെന്റ് ആന്റീസ് സ്കൂളിൽ അനുമോദന യോഗവും ആഹ്ലാദ പ്രകടനവും നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. മാള പഴൂക്കര
NSLP സ്കൂളിൽ നടത്തിയ കരന്നൽ കൃഷി വിളവെടുത്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KK സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ പാലുവായ സെന്റ് ആനീസ് UP സ്കൂളിൽ നിർധനരായ വിദ്യാർത്ഥികളുടെ ചികിത്സാ സഹായത്തിനായി ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ അജിത ദിനേശൻ മേള ഉദ്ഘാടനം ചെയ്തു. മാള ഗവൺമെന്റ് ആശുപത്രിയിലെ മാലിന്യം പൊയ്യ പഞ്ചായത്ത് പരിധിയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് തള്ളിയ നിലയിൽ ഉപയോഗിച്ച സിറിഞ്ച് ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് തള്ളിയിട്ടുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ സ്വദേശിയിൽ നിന്ന് 2,12 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പിടിയിൽ. തമിഴ്നാട് കാഞ്ചീപുരം ഹനുമന്തപുരം സ്വദേശിയായ ശരവണകുമാറിനെയാണ് തൃശൂർ സിറ്റി പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പിടികൂടിയത്. കടവലൂരിൽ സംസ്ഥാന പാതയോരത്ത് ശുചിമുറി മാലിന്യത്തിന് പുറമെ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് മദ്യക്കുപ്പികളും വൻതോതിൽ തള്ളിയ നിലയിൽ ജില്ലാ അതിർത്തിയായ കടവലൂർ പാതയോരത്താണ് ചാക്കുകളിൽ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ നിക്ഷേപിച്ചിട്ടുള്ളത്. ജില്ലയിലെ ബഡ്സ് BRC സ്കൂൾ വിദ്യാർത്ഥികളുടെ ജില്ലാതല കലോത്സവം തൃശൂർ ടൗൺ ഹാളിലും ഗവൺമെന്റ് ഫൈനാൻസ് കോളേജിലുമായി നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. എറവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് വഴിപാട് കൌണ്ടർ തകർത്ത് മോഷണം നടത്തിയ അന്തർജില്ലാ മോഷ്ടാവിനെ 48 മണിക്കൂറിനുള്ളിൽ പിടികൂടിയ പോലീസ് സംഘത്തിന് ഭക്തജനങ്ങളുടെ ആദരവ്. ഇരിങ്ങാലക്കുട DVSP KG സുരേഷ്, അന്തിക്കാട് പ്രിൻസിപ്പൽ SI K. അജിത്ത് തുടങ്ങിയവരെയാണ് ആദരിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച KSRTC പെൻഷനേഴ്സ് അനിശ്ചിതകാല സമരത്തിലേക്ക്. പെൻഷൻ സർക്കാർ ഏറ്റെടുത്ത് എല്ലാ മാസവും 1-ാം തീയതി വിതരണം ചെയ്യുക, ശമ്പള പരിഷ്കരണത്തിന്റെ അതേ മാനദണ്ഡത്തിൽ പെൻഷൻ പരിഷ്കരണവും നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഡിസംബർ 23 മുതൽ 31 വരെ കഴിമ്പ്രം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന ബീച്ച് ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതി ഓഫീസ് കൊടുങ്ങല്ലൂർ DVSP VK രാജു ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ചു. മതിലകം പഞ്ചായത്ത് ഒരുക്കിയ വയോജന സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രേമാനന്ദൻ അധ്യക്ഷത വഹിച്ചു. തോളൂർ പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ പറപ്പൂർ രാജീവ് ഗാന്ധി സാംസ്കാരിക നിലയത്തിൽ നടന്നു. വിദ്യാർത്ഥികൾ നിയന്ത്രിച്ച പാനലാണ് ചർച്ചകളിൽ പങ്കെടുത്തത്. അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പെരുമ്പിലാവ് സംഘടിപ്പിക്കുന്ന അൻസാർ ലിറ്ററേച്ചർ കാർണിവലിന്റെ ഭാഗമായി മെഗാ പുസ്തക കൈമാറ്റം നടന്നു. SNGS പട്ടാമ്പി മലയാള വിഭാഗം അധ്യാപകൻ ഡോക്ടർ ജമീൽ അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. ജപ്പാൻ കരാത്തെ ഷോട്ടോ ജുക്കു ഫെഡറേഷന്റെ അന്താരാഷ്ട്ര സെമിനാറും 2ാമത് JKS ഇന്ത്യ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പും തൃശൂരിൽ തുടരുന്നു. വീക്കെൻഡ് മെനോ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. ഈ വർഷത്തെ മികച്ച PTA-ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ മതിലകം സെന്റ് ജോസഫ് സ്കൂൾ PTA-ക്ക് മതിലകം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ സ്വീകരണം നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 3:30 മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കും. വരവൂർ പഞ്ചായത്ത് കേരളോത്സവം വരവൂർ GHSS സ്കൂൾ ഗ്രൌണ്ടിൽ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനീത ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. അശാസ്ത്രീയമായ നികുതി ചുമത്തൽ അവസാനിപ്പിക്കുക, GST കൌൺസിൽ പുനഃസംഘടിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാതയിലെ റോഡ് നിർമ്മാണത്തിലെ അപാകത പരിഹരിച്ച് തുടങ്ങി. വടക്കാഞ്ചേരി പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മലയാള ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് നടത്തിയ കവിതാലാപന മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സമ്മാനദാനം നിർവഹിച്ചു. ഹൃദയാഘാതം മൂലം ചാവക്കാട് സ്വദേശി ഒമാനിൽ മരിച്ചു. പുന്ന അമ്പലത്തുവീട്ടിൽ അബ്ദുൽ നാസറാണ് മരിച്ചത്. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ഒല്ലൂർ സെന്റ് വിൻസെന്റ് പോൾ ആശുപത്രി ജീവനക്കാരും വിദ്യാർത്ഥികളും തെരുവ് നാടകം അവതരിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം നിർവഹിച്ചു. ചന്ദ്രാപിനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ വികസനം മുരടിപ്പാരോപിച്ചായിരുന്നു സമരം. മാള ഹോളി ഗ്രേസ് അക്കാദമിയിലെ സ്റ്റോഗോ ടെക്നിക്കൽ ഫെസ്റ്റുകൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളായി നടക്കും. 120 CBSE സ്കൂളുകളിൽ നിന്നായി 2000-ഓളം വിദ്യാർത്ഥികൾ നവീനമായ ക്രിയേറ്റീവ് മോഡലുകൾ അവതരിപ്പിക്കും. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.